വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു അവർ ഫസ്റ്റ് ക്ലാസ്. നമ്മൾ പല ടൈപ്പ് മിറേഴ്സ്, സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെറിക്കൽ മിറേഴ്സിൽ എവിടെയൊക്കെയാണ് ഇമേജിൻ്റെ പൊസിഷൻ വരിക, എവിടെയൊക്കെയാണ് ഇമേജിൻ്റെ പ്രത്യേകതകൾ വരിക, അതേപോലെ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ഇമേജ് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് മിറർ ഫോർമുലേനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മിറർ ഫോർമുല എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ ഒരു ഫോർമുലയാണ് അല്ലേ. അതൊരു ഒന്നാന്തരം ഫോർമുല തന്നെയാണ്. ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു മിററിൻ്റെ, അതായത് ഒരു സ്പെറിക്കൽ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ, അതേപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് എന്നൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും കൂട്ടി പറയുന്ന ഫോർമുലയാണ് മിറർ ഫോർമുല. ഈ മിറർ ഫോർമുല പ്രകാരം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ 1/f = 1/v + 1/u. ഓക്കെ, മിറർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/f = 1/v + 1/u. ഇനിയിപ്പോൾ ഇതൊക്കെ എന്താണെന്നായിരിക്കും നമ്മുടെ ഉള്ളിലത്തെ ഡൗട്ട് അല്ലേ. അതിപ്പോൾ പറഞ്ഞു തരാം. ഇവിടെ u എന്ന് കാണിക്കുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് എൻ ഓബ്ജക്റ്റ് ഫ്രം ദ പോൾ. ഒരു സ്പെറിക്കൽ മിററിൻ്റെ, നമുക്കറിയാലോ ഇതാണ് ഒരു സ്പെറിക്കൽ മിറർ. ആ സ്പെറിക്കൽ മിററിൻ്റെ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഈ ദൂരത്തിന് പറയുന്ന പേരാണ് u. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. സ്പെറിക്കൽ മിററിൻ്റെ പോളിൽ നിന്ന് ഒബ്ജക്റ്റ്, നമ്മുടെ എവിടെയാണോ സ്പെറിക്കൽ മിററിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ആ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അഥവാ u. ഇനി ഇതേപോലെ തന്നെ സ്പെറിക്കൽ മിററിൻ്റെ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, സ്പെറിക്കൽ മിററിൻ്റെ പോളിൽ നിന്ന് ഈ ഇമേജിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് v, ഇമേജ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഏത് സ്പെറിക്കൽ മിററും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ വരച്ചിരിക്കുന്നത് കോൺകേവ് മിററാണ്. കോൺവെക്സ് മിററിലും ഇത് തന്നെ ബാധകമാണ് കേട്ടോ. അപ്പോൾ സ്പെറിക്കൽ മിററിൻ്റെ പോളിൽ നിന്ന് ഇമേജ് എവിടെയാണോ അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, v ആയിട്ട് എടുക്കുന്നത്. ഇനി എഫ് എന്നുള്ള ടേമാണ്. എഫ് എന്ന ടേമിനെ നമുക്ക് പരിചയമുണ്ട് അല്ലേ. എഫ് എന്ന ടേം എന്താണ്, ഫോക്കൽ ലെങ്ത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസ് ഓഫ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഫ്രം ദ പോൾ. പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഈ അകലത്തിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെയാണ് നമ്മളിവിടെ എഫ് ആയിട്ട് അടയാളപ്പെടുത്തുന്നത്. സോ ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ത്രീ തിങ്സ് are given by this formula that is known as the mirror formula and is expressed as 1/f = 1/v + 1/u. okay, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, അപ്പോൾ മിറർ ഫോർമുല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1/f = 1/v + 1/u ആണ് മിറർ ഫോർമുല. ഓക്കെ, അപ്പോൾ ലെൻസിൻ്റെ ഭാഗം പഠിക്കുമ്പോഴും അവിടെ ഇങ്ങനെ ഒരു ഫോർമുല വരും, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറയുന്നത്. അത് ഇതിന് നേരെ തിരിച്ചുള്ളൊരു ഫോർമുലയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകരുത്. മിറർ ഫോർമുല പറയുമ്പോൾ എല്ലാം കൂട്ടുകയാണെന്ന് ഓർക്കുക. 1/f കൂട്ടുകയാണ്, 1/v കൂട്ടുകയാണ്, അതേപോലെ 1/u ഒക്കെ കൂട്ടുന്നതാണ് എന്താണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സ്പെറിക്കൽ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. മാഗ്നിഫിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല വേർഡ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ ദൂരത്തുള്ള ഒബ്ജക്റ്റുകൾ കാണണമെങ്കിൽ നമ്മൾ മാഗ്നിഫൈ ചെയ്യും അല്ലേ. നമ്മൾ ലെൻസ് മാഗ്നിഫൈ ചെയ്യും, ഫോക്കസ് അങ്ങ് മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. സോ വാട്ട് ഈസ് ആക്ച്വലി meant by this magnification? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Actually, magnification produced by a spherical mirror gives relative extent to which image of an object is magnified with respect to object size.
മാഗ്നിഫിക്കേഷൻ മീൻസ് അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഡൺ ബൈ സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേറ്റീവ് എക്സ്റ്റെൻറ്റ് ടു വിച്ച് an image of an object is magnified with respect to object size. ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജും അതേപോലെ തന്നെ അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് സൈസും തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു റിലേറ്റീവ് എക്സ്റ്റെൻറ്റ് പറഞ്ഞ ഒരു റിലേഷൻ അല്ലെങ്കിൽ റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിഫിക്കേഷനായിട്ട് പറയുന്നത്. ആക്ച്വലി ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ magnification is actually expressed by small m. Small m equal to, that's m stand for the magnification. It is expressed as ratio of height of object, ratio of height of object and ratio of the height of object and to the ratio of the height of image. റേഷ്യോ ഓഫ്, ഞാനിവിടെ ഒരു കാര്യം തെറ്റായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇല്ല ആദ്യം വരെ, റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ്. ഓക്കെ, റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഹൈറ്റ് ഓഫ് ഇമേജ് നമുക്ക് H2 ആയിട്ട് അടയാളപ്പെടുത്താം, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിന് നമുക്ക് H1 ആയിട്ട് അടയാളപ്പെടുത്താം. ദെൻ വി ക്യാൻ റൈറ്റ് മാഗ്നിഫിക്കേഷൻ ആസ് m equal to H2 by H1. Okay, H2 by H1. ഇപ്പോൾ ഓക്കെ ആയല്ലോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെറിക്കൽ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റാണ്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ആ ഒബ്ജക്റ്റ്, ആ ഇമേജ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ എന്നായിട്ടും പറയുന്നത്. ഇനി നമുക്ക് ഇതേ മാഗ്നിഫിക്കേഷന് തന്നെ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അതേപോലെ ഇമേജ് ഡിസ്റ്റൻസ് വെച്ചിട്ടും പറയാം. ശ്രദ്ധിക്കുക, നമ്മൾ ഇതേ മാഗ്നിഫിക്കേഷന് തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അതേപോലെ ഇമേജ് ഡിസ്റ്റൻസ് അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഹിയർ പ്ലീസ് ബി നോട്ടഡ്. ഇവിടെ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ബൈ യു. ഓക്കെ, ഇത് സ്പെറിക്കൽ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. എന്താണ്? യു എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, വി എന്ന് പറയുന്നതാണ് പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോനാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് സൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, so magnification in terms of the object distance and image distance, how you can represent it as m equal to minus v by u. And the same thing you can express in terms of height. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടും അതല്ല ഇമേജിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുമാണ് പറയുന്നതെങ്കിൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഹൈറ്റ് ഓഫ് ഇമേജ് അതാണ് H2 ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നിഫിക്കേഷനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാരണം. എന്താണ് മാഗ്നിഫിക്കേഷൻ, അതേപോലെ അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് എന്നിവയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള വിധം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു മാഗ്നിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് സം പോയിൻറ്റ്സ് ദാറ്റ് വി ഷുഡ് ബി റിമെമ്പേർഡ്. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കാരണം പരീക്ഷ ടൈമിൽ ഇതൊക്കെ തല തിരിച്ചും മറിച്ചൊക്കെ അവർ ചോദിക്കും. അപ്പോൾ
അപ്പോൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായ ഉത്തരം എഴുതുക എന്നാണ് ആസ് എ സ്റ്റുഡൻറ്റ് നമ്മളുടെ കർത്തവ്യം, അല്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരമായിട്ട് എഴുതുക എന്നാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ട്രിക്കുകളാണ് പറഞ്ഞു തരുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റത്തെ പോയിന്റ്, ഇവിടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് എ പോസിറ്റീവ്. നമ്മൾ മാഗ്നിഫിക്കേഷൻ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ആൻഡ് യൂഷ്വലി നിങ്ങൾ ചിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലായിരിക്കും, അല്ലേ? ഇറ്റ് ഈസ് പ്ലേസ്ഡ് അബവ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ എപ്പോഴും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എടുക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആ ഡിജിറ്റ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് +5 സെൻറ്റിമീറ്റർ. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഹൈറ്റ് ഓഫ് ഇമേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹൈറ്റ് ഓഫ് ഇമേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്, നമുക്കറിയാം. ഒന്ന് വെർച്വൽ ഇമേജും ഉണ്ട്, ഒന്ന് റിയൽ ഇമേജസ് ഉണ്ട്, അല്ലേ? ഈ 2 തരത്തിലും നമ്മൾ എടുക്കുന്ന ഹൈറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. അതോടെ ശ്രദ്ധിക്കുക. വെർച്വൽ ഇമേജസ് ആണ് എടുക്കുന്നതെങ്കിൽ, വെർച്വൽ ഇമേജസ് ആണ് വരുന്നതെങ്കിൽ അവരുടെ വാല്യൂ പോസിറ്റീവായിട്ട് എടുക്കണം, കേട്ടോ. ഹൈറ്റ് ഓഫ് ഇമേജ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് ഫോർ വെർച്വൽ ഇമേജസ്. ഹവർ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ് ഫോർ റിയൽ ഇമേജ്. റിയൽ ഇമേജസിനെ നെഗറ്റീവായിട്ട് എടുക്കണം, വെർച്വൽ ഇമേജസിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പോൾ മിറർ ഫോർമുല അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കേസ് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജ് റിയൽ ആണെങ്കിൽ ആ റിയലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് നെഗറ്റീവായിട്ട് എടുക്കണം. അതായത് നമുക്ക് റിയൽ ഇമേജിൻ്റെ വാല്യൂ 5 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ എഴുതണം? -5 സെൻറ്റിമീറ്റർ ആയിട്ട് എഴുതണം. അതേസമയം വെർച്വൽ ഇമേജിൻ്റെ സൈസ് 5 തന്നെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, ഹൈറ്റ് 5 തന്നെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. വെർച്വൽ പോസിറ്റീവ്, റിയൽ നെഗറ്റീവ്. അവർ ഏതെങ്കിലും ഒന്നും അങ്ങോട്ട് ഫിക്സ് ആക്കി പഠിച്ചാൽ മതി. പഠിക്കാൻ എളുപ്പം നല്ലത് വെർച്വൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? വെർച്വൽ ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആണ് എഴുതേണ്ടത് കേട്ടോ. വെർച്വൽ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എഴുതാം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ്. ഇനി നമ്മുടെ ഇമേജ് റിയൽ ആണെന്ന് വിചാരിക്കാം. നമുക്ക് മാഗ്നിഫിക്കേഷന് എടുക്കുന്ന ഇമേജ് റിയൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. റിയൽ ആണ്, അതേപോലെ ഇൻവേർട്ടഡ് ആണെങ്കിൽ H2, അതായത് H2 പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്, അല്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഷുഡ് ബി ഈസ് നെഗറ്റീവ്. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന സ്പെറിക്കൽ മിററിന് കിട്ടുന്ന ഇമേജ്, ആ ഇമേജ് റിയലും ആയിരിക്കണം, ഇൻവേർട്ടഡും ആയിരിക്കണം. ഓക്കെ, റിയലും ആണ്, ഇൻവേർട്ടഡ് ആണ് എങ്കിൽ ആ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? H2 നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇമേജിന് റിയലാണ്, ഇൻവേർട്ടഡും ആണെങ്കിൽ H2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് സൈന് നമ്മുടെ മാഗ്നിഫിക്കേഷനിൽ കിട്ടിയെന്ന് വിചാരിക്കുക. മാഗ്നിഫൈ ചെയ്തിട്ടുള്ള വാല്യൂവിൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ഇമേജ് എന്തായിരിക്കും? റിയൽ ഇമേജ് എന്നാണ് കേട്ടോ. എ നെഗറ്റീവ് സൈൻ in the value of magnification indicates that the image is real. നെഗറ്റീവ് വാല്യൂ ആണ്. മാഗ്നിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടുകയാണ്. m is equal to
-5 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 വരും, മാഗ്നിഫിക്കേഷൻ ഇല്ല, -5 ആണെന്ന് വരുന്ന വിചാരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയ ഇമേജ് മാഗ്നിഫൈഡ് ചെയ്തിട്ട് കഴിഞ്ഞ ഇമേജ് എന്താണ്? റിയൽ ഇമേജാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ അവിടെ എന്താണ്? അത് റിയൽ ഇമേജസിനാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസുകൾ വരുമ്പോൾ H2 എന്ന് പറയുന്ന ടേം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഞാനിവിടെ താൽക്കാലമായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ പ്രകാരം റിയൽ ഇമേജാണ് കിട്ടുന്നതെങ്കിൽ, റിയലും ഇൻവേർട്ടഡുമായിട്ടുള്ള ഇമേജാണ് കിട്ടുന്നതെങ്കിൽ H2 എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ? H2 എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? -H2/H1 ആയിരിക്കും. അത് മാഗ്നിഫിക്കേഷൻ മൈനസ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇമേജ് എപ്പോഴും എന്തായിരിക്കും? റിയൽ ഇമേജ് ആണെന്ന് മനസ്സിലാക്കാം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് 4ാമത്തെ പോയിൻ്റ് എടുത്ത് നോക്കാം. 4th പോയിൻ്റ്. ഇനി വെർച്വൽ ഇമേജാണ് കിട്ടുന്നതെങ്കിൽ, ഇമേജ് വെർച്വൽ ആണെങ്കിൽ, അതേപോലെ ഇറ്റ് ഈസ് ഇറക്റ്റും ആണ്. വെർച്വൽ ആൻഡ് ഈസ് ഇറക്റ്റ് നിവർന്ന് നിൽക്കുന്നതും വെർച്വൽ ആയിട്ടുള്ള ഇമേജാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ H2 എന്ന് പറയണത്, H2 എന്തായിരിക്കും? പോസിറ്റീവായിട്ട് എടുക്കുക. ഇത് ഏത് കേസിലാണ്? ഇമേജ് വെർച്വലും ഇറക്റ്റും. ഓക്കെ, സോ H2 ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. H2 പോസിറ്റീവ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെ നമ്മൾ എഴുതും? മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു H2/H1 അല്ലേ? എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ മാഗ്നിഫിക്കേഷനിൽ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇമേജ് വെർച്വൽ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇമേജ് വെർച്വൽ ആണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് മാഗ്നിഫിക്കേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സുകളാണ്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞത് എപ്പോഴും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു ഡിജിറ്റായിട്ടാണ് എടുക്കേണ്ടത്. അതാണ് ഫസ്റ്റത്തെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഇമേജിൻ്റെ ഹൈറ്റാണ്. ഇമേജ് 2 തരത്തിലുണ്ട്, വെർച്വലുണ്ട്, അതേപോലെ റിയലുണ്ട്. വെർച്വൽ ഇമേജസ് ആണ് എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. ഇനി റിയൽ ഇമേജസ് ആണ് എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് എപ്പോഴും നെഗറ്റീവായിട്ട് എടുക്കണം. അതാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കേസ്, ഈ രണ്ടാമത് പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി വിശദീകരിച്ച് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. മൂന്നാമത്തെ കേസിൽ എന്ത് പറഞ്ഞു? റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിവിടെ H2 പറഞ്ഞ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. റിയലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ H2 അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. H2 നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇമേജ് റിയലാണ്. ഓക്കെ, ഇനി നമ്മൾ റിയൽ ഇമേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർച്വൽ ഇമേജസിൻ്റെ കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ഈ 4th കണ്ടീഷനിൽ പറയുന്നത്. ഈ 4th കണ്ടീഷനിൽ എന്താ പറയുന്നത്? ഇവിടെ വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജാണ് ഉള്ളതെങ്കിൽ മാഗ്നിഫിക്കേഷനിൽ H2ൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, വെർച്വലും ഇറക്റ്റുമായിട്ടുള്ള ഇമേജാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഷുഡ് ബി ടേക്കൺ ആസ് എ പോസിറ്റീവ്. ബൈ ദാറ്റ് വേ മാഗ്നിഫിക്കേഷൻ വിൽ ബിക്കം പോസിറ്റീവ്. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, പോസിറ്റീവ് ഡിജിറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉറപ്പിക്കണം? ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ആണെന്ന് ഉറപ്പിക്കണം. വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് ആണെന്ന് ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ഫോളോ ചെയ്യുക, നന്നായി പഠിക്കുക.
ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നല്ല കുട്ടികളായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക.